എല്ലാവർക്കും നമസ്കാരമുണ്ട്. തള്ളു ബ്ലോഗ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ തൃശ്ശൂർ പൂച്ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടിയുമാണ്, നമ്മുടെ സ്കൂട്ടർ ഉണ്ട്, ഹോണ്ട ആക്റ്റീവ, അതുമാണ് പോണത്. വണ്ടിയുമ്പോൾ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടാണ് നമ്മളിന്ന് പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാം. എന്നാലും ഒരിക്കൽ കൂടി പറയണേ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് പോയോ, നമുക്ക് വണ്ടി കഴുകാം. കമോൺ കമോൺ കമോൺ. നല്ല പാട്ടൊക്കെയാണല്ലോ. പഠിപ്പിച്ചെന്നേ പഠിപ്പിച്ചെന്ന പാട്ടത്. അമ്പമ്പോ സൂപ്പർ സൂപ്പർ പാട്ടാ, അടിപൊളിയായിട്ടാ. എന്നാ നമുക്കേ വണ്ടി കഴുകി കഴിഞ്ഞു, നമുക്ക് തുടക്കാട്ടാ. ഓഫീസേ മിന്നുമോളും കൂടിയിട്ട് വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, തുടച്ചൊക്കെ നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പോവാണ്, ഞങ്ങൾ പോവാണ്, നമ്മുടെ നാട് കണ്ടപ്പോ എല്ലാവരും കൂടിയിട്ട്. നമ്മളിത് ഇവിടെ എത്തിയിരിക്കണ്ട, ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ചിറയാണിത്. കൈനൂര് ചിറ, കൈനൂര് പുഴയുടെ അവിടെ ചിറ കെട്ടിയിട്ട് വെള്ളം ഒക്കെ നമ്മൾ സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലമാണ് ഇവിടെ. ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം എല്ലാവരും പോയോ, നമുക്ക് കാണാം, പുഴ കാണാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമാതിരി ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ വന്ന് ഇവിടെ നീന്തി കുളിക്കാറൊക്കെ ഉണ്ട് ഇവിടെ കൂട്ടുകാരൊക്കെ വന്നിട്ടേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിവിടെ ഇതിലും കൂടുതലൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്തായാലും പോയോ, നമുക്ക് കാണാം. ഇത് ശരിക്ക് മണലിപ്പുഴ എന്ന് പറയും, മണലിപ്പുഴ. ഇതിനെ ചിറ കെട്ടി തിരിച്ചേക്കുന്നത്, കൈനൂര് ചിറയാണത്. കൈനൂര് ചിറ കെട്ടി തിരിച്ചേക്കുന്നത് കേരള ജലസേചന വകുപ്പിന്റെ അണ്ടറിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില ദിവസമൊക്കെ നേരത്തെ ക്ലാസ് കഴിയും, അല്ലെങ്കിൽ ചില ദിവസം മുടക്കൂസുകളിലൊക്കെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ ചാടി കുളിക്കാറുണ്ട് ഈ പുഴയിലൊക്കെ. നല്ല രസമാണ്, ഭയങ്കര രസം. നല്ല തണുപ്പാണ് വെള്ളത്തിന്, നല്ല സുഖമാണ് കുളിക്കാനൊക്കെ ആയിട്ട്. അതാണ് സ്ഥലം ഇവിടെ. അങ്ങനെ
നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ. ഇവിടെ കണ്ടല്ലോ നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ. നല്ല സുഖം വന്നിരിക്കുക, നല്ല തണുപ്പും നല്ല കാറ്റ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? വേണ്ട നല്ല സൂപ്പറാട്ടാ. ഇതിന്റെ മുഖമൊക്കെ കഴിയാൻ നമുക്ക് നല്ല വെള്ളമാണ് കേട്ടാ, നല്ല ടേസ്റ്റ് വെള്ളമാണ്. ഇത് സംഗതി നമ്മൾ കാണാനും ഒക്കെ നല്ല രസമൊക്കെയാണ്, കുളിക്കാനൊക്കെ നല്ല സുഖമൊക്കെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് നീന്തൽ അറിയാത്ത ആൾക്കാരൊന്നും ഇവിടേക്ക് വരരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. പിന്നെന്താ വെച്ചാൽ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ആൾക്കാരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാനൊക്കെ വന്നിട്ട് വെറുതെ വെള്ളത്തിലൊന്നും പെട്ട് അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പൊ നീന്തൽ അറിയാത്ത ആൾക്കാരോ അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ എടുക്കാത്ത ആൾക്കാരൊന്നും ഇവിടെ വരരുത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പൊ അത് കണ്ട് ആസ്വദിച്ച് പോവാം എല്ലാവർക്കും കൂടിയിട്ട് കേട്ടോ. വേറൊരു നിർദ്ദേശം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മള് കുപ്പിച്ചില്ല്, കുപ്പി, ബീറുപ്പി, മദ്യത്തിന്റെ കുപ്പികൾ, അതുമാതിരി തന്നെ വേറെ മാലിന്യങ്ങളൊന്നും നമ്മൾ പുഴയിൽ തള്ളരുത്. കാരണം നമ്മൾ നമ്മുടെ പുഴയെ സംരക്ഷിക്കണം. അപ്പൊ അത് കാരണം എല്ലാവരും നിർദ്ദേശങ്ങളൊക്കെ ശരിക്കും പാലിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലമൊക്കെ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ഇവിടെ നമ്മുടെ ഈ കല്യാണത്തിന്റെ ഒക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ കൊറോണയും കാര്യങ്ങളൊക്കെ ആയത് കാരണം കുറവാണ് ആൾക്കാർ വരവൊക്കെ. പിന്നെ ഇനിയിപ്പോ നമ്മളിപ്പോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടില്ല. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. വാ. നമ്മുടെ നാട്ടിലാണ് ഇത്, അറിയാലോ അല്ലേ? ഇത് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിന്റെ വീടാണിത്. ഇതിപ്പോ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ അണ്ടറിലാണുള്ളത്. സുകുമാർ അഴീക്കോട് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സാറ് സാഹിത്യകാരനും വലിയ പ്രാസംഗികനൊക്കെ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ് സാർ ഇവിടെ ജീവിച്ചു എന്നുള്ളതിൽ. ഇപ്പൊ നമ്മള് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അരികുമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് എത്തിക്കണേ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഇവിടെ. എന്തായാലും ഇവിടെ ഭയങ്കര ഷഷ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഉത്സവം കാര്യങ്ങളൊക്കെ ഭയങ്കര പേര് കേട്ട ഉത്സവമാണ്. എന്തായാലും നോക്കാൻ ഇത് നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഭയങ്കര പേര് കേട്ടിട്ടുള്ള അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ ഷഷ്ടിയൊക്കെ ഭയങ്കര കേമ, കാവടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കേമാണ് ഇവിടത്തേക്ക്. ഇവിടെ പല കാവടി സംഘങ്ങളൊക്കെ വരാറുണ്ട്. കാവടി സമയത്തൊക്കെ നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യമായിട്ടൊക്കെയാണ് ഇവിടുത്തെ ഷഷ്ടിയും കാര്യങ്ങളൊക്കെ വരാറ്. നല്ല ഇതാണ്. പല ടീമുകളൊക്കെ ആയിട്ട് വന്നിട്ട് കാവടിയാട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. നമ്മളൊക്കെ ഇവിടേക്ക് സ്ഥിരമായിട്ട് വരാറുള്ള ആൾക്കാർ രാത്രിയൊക്കെ വലിയ കാവടിയൊക്കെ കണ്ടിട്ട് പുലർച്ചയ്ക്ക് ഇവിടെ പോകാറുള്ളത്. ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയത് കാരണം എന്താവും അറിയില്ല. നമുക്ക് നോക്കാണ്ടായിരുന്നു. ഇവിടെ വലിയൊരു ആൽമരൊക്കെ ഉണ്ട്. ചോട്ടിലൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ്.
ആൽത്തറയിൻ്റെ കൂടെ വേണ്ട, ആൽത്തറയിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖ. അതുപോലെ നമ്മുടെ മറ്റേ പാട്ടുണ്ടല്ലോ, ആലയത്തറ വീണം അടുത്തൊരമ്പലം വീണം കുളവും വീണം. ഇപ്പതേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഓർക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുത്തൂർ പാലുണ്ട്, പുത്തൂർ വേറെ എന്താണ് പ്രസിദ്ധിയായിട്ടുള്ളത്, പുത്തൂർ കള്ള് ഷാപ്പ്, പിന്നെ ഇതേ ഇതിപ്പോൾ നമ്മുടെ സുവോളജിക്കൽ പാർക്ക്, ഇതൊക്കെയാണ് വരാൻ പോണത്. ഇതാണ് നമ്മുടെ പുത്തൂർ പുഴ, ഇതാണ് പുത്തൂർ പാലം. നമ്മൾ നേരത്തെ കണ്ടില്ലേ മണലിപ്പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ അതൊക്കെ. ഇപ്പോൾ ഇതേ നമ്മളിതേ നമ്മുടെ പുത്തൂർ ഷാപ്പാണ് കേട്ടോ കാണാൻ പോണത്. നല്ല കള്ളും നല്ല അടിപൊളി സൂപ്പർ കറികളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പുത്തൂർ ഷാപ്പ്. ആ കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതേ നമ്മുടെ മീൻ കച്ചവടം പരിപാടികളൊക്കെ ആയിട്ട് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. അതെ, ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ കള്ള് ഷാപ്പ്, പുത്തൂർ കള്ള് ഷാപ്പ്. നല്ല സൂപ്പർ കള്ളും നല്ല കറികളും കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ വായ്ക്കാട്ടിൽ പുഴയോരം ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കല്യാണ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇപ്പോൾ കൊറോണയും പരിപാടികളൊക്കെ കാരണം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല. നല്ല റിസോർട്ടുമായിട്ട് സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ. എൻ്റെയും മായയുടെയും കല്യാണം നടന്ന സ്ഥലമാണ് കേട്ടോ, റിസപ്ഷൻ നടന്നിട്ടുള്ള സ്ഥലമാണ്. പുഴയുടെ സൈഡിൽ തന്നെയാണ് തൊട്ട് ഈ സംഭവം. അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്, സൂപ്പർ സ്ഥലമാണ് ഇത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ്, അരിമംഗലം സെൻറ് മേരീസ് ചർച്ച്. ഇവിടെ പെരുന്നാളൊക്കെ ഭയങ്കര ഗംഭീര പെരുന്നാളൊക്കെ ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇവിടേക്കൊക്കെ പെരുന്നാൾക്കൊക്കെ വന്ന് ബാൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാൻഡ് മേളം ഭയങ്കര രസമൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് നല്ല പാട്ടൊക്കെ പാടും ഈ ബാൻഡ് വായിക്കാൻ വരുന്ന ടീമുകൾ. അപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പള്ളിയാണ്, നല്ല സൂപ്പർ പള്ളിയാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് കേട്ടോ, സബ് സെൻറ്റർ. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ നടത്തറ ഗ്രാമപഞ്ചായത്താണല്ലോ നമ്മുടെ. അപ്പോൾ ഇതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണിത്. ഇരവിമംഗലത്ത് തന്നെയാണ് സ്ഥലം കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ +2 പഠിച്ച സ്കൂളാണിത്. AK ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കുറേ പഴയ ഓർമ്മകളും അതുമാതിരി തന്നെ കുറേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ വന്നിപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നമ്മുടെ ആ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലൊക്കെ ഒന്ന് കോഴ്സ് കഴിഞ്ഞ് പോയാൽ മതി നമ്മളൊക്കെ വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ആ ദിവസങ്ങളൊക്കെ നമ്മളിന്ന് കൈ പോയതൊക്കെ ഓർക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൽ
നമ്മളിപ്പോ അതേ നിൽക്കണത് നമ്മുടെ പൂച്ചട്ടി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ +2 പഠിച്ച സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കണം. അപ്പൊ നമ്മളിവിടെ ആ സമയത്തൊക്കെ ക്രിക്കറ്റ്, ഫുട്ബോള് ഒക്കെ കളിക്കാൻ വരാറുണ്ട്. പിന്നെ അറിയാലോ, ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു, പഠിപ്പൊക്കെ കുറവാണ്. പിന്നെ നമ്മളിവിടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ പൂച്ചട്ടി സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കബഡി ടീമുണ്ട്, ഭയങ്കര പേര് കേട്ട കബഡി ടീമാണ്. ഭയങ്കര മറ്റേ ദേശീയ ലെവലിലൊക്കെ പിള്ളേരൊക്കെ കളിക്കാൻ പോകാറുണ്ട് ഇവിടുന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംമാതിരി ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഡ്രില്ലിൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ കുറേ ഇതുകളൊക്കെ ഭയങ്കര രസമാണ്. ഒന്ന് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് കറക്കം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കണ്ടത് ഗംഭീരം, ഇനി കാണാനായിട്ട് ഉള്ളത് അതിഗംഭീരം. അപ്പം ഇനി നമ്മുടെ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ഉള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കും. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക.